പക്ഷേ ഒന്ന് നിൽക്കാവോ? നിക്കത്തില്ല. ഞങ്ങൾക്കൊരു കാര്യം അറിയാനാ. എന്നാ അത് പറഞ്ഞ പോരെ. നടന്നു പോകുന്ന ഒരാളോട് ഒന്ന് നിക്കാമോ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചാ ഞാൻ പോകേണ്ട സ്ഥലത്ത് താൻ പോവോ? അല്ല, സ്വാതന്ത്ര്യ സേനാനി നാരായണപിള്ള എവിടെയാ താമസിക്കുന്ന അറിയാൻ വേണ്ടിട്ടാ. എന്തിനാ? ഞങ്ങൾക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. ഓ, ഞങ്ങള് പത്രക്കാരാ. ഞങ്ങൾക്ക് അദ്ദേഹത്തെ കുറിച്ച് ഒരു ഫീച്ചർ എഴുതാനാ. നമ്മുടെ നാടിനു വേണ്ടി ത്യാഗങ്ങൾ അനുഭവിച്ച ഒരു വലിയ മനുഷ്യനല്ലേ അദ്ദേഹം. അതെ അതെ, പോലീസിന്റെ തല്ലും കൊണ്ട് കവളും കൂടി ഇരിക്കല്ലേ. ഇവരെ പോലുള്ളവർ സ്വാതന്ത്ര്യം നേടാൻ അനുഭവിച്ച ദുരിതങ്ങളൊക്കെ പത്രത്തിൽ കൂടെയെങ്കിലും ഈ തലമുറ ഒന്ന് അറിയട്ടെ. വാ, വീട് കുര്യാപ്പള്ളി കാണിച്ചേരാ. വാ. ബോട്ട് ചെട്ടി അടുക്കാറായി. മുരളി എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമോ? ജങ്കാറി കയറിയപ്പോ മുതല് അവൻ നമ്മളെ വാച്ച് ചെയ്യാ. വെറുതെ എന്തിനാ നാട്ടി പാട്ടാക്കുന്നത്? വേഗം വല്ല ഓട്ടോറിക്ഷയിലോ ബസ്സിലോ പൊയ്ക്കോ. കൊച്ചേ, ഈ ചുറ്റിക്കളിയൊക്കെ കൊള്ളാം. അവൻ പണിക്കര് മുതലാളിയുടെ മോനാണെന്നുള്ള കാര്യം മറക്കണ്ട. വല്ലതൊക്കെ സംഭവിച്ചിട്ട് പിന്നെ അവസാനം കരഞ്ഞിട്ട് കാര്യമില്ല. കടവത്ത് വന്നിറങ്ങുന്ന പെമ്പിള്ളേരുടെ വായി നോക്കിയിരുന്ന സുഖം കിട്ടുമെങ്കിൽ അയക്കോ. എന്നെ ഉപദേശിക്കണ്ട. പറഞ്ഞതും എടുത്തേ. ഞങ്ങളുടെ അരിയുടെ അമ്മാവന്റെ മോളായതുകൊണ്ട് പറഞ്ഞതാണേ. സൂക്ഷിച്ചും കണ്ട് നടന്നില്ലല്ലേ. അവസാനം ചെമ്മീനിലെ കറുത്തമ്മ പോലെ ദേ ഈ പുഴയെക്കൂടെ ഒഴുകി നടക്കും. പറഞ്ഞില്ലാന്ന് വേണ്ട. മർദ്ദനവും ജയിൽവാസവും അനുഭവിച്ച അമ്മാവന് സ്വാതന്ത്ര്യം കിട്ടിയതുകൊണ്ടുണ്ടായ നേട്ടവും കോട്ടവും ഒന്ന് വിലയിരുത്താമോ? കോട്ടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ കോട്ടം ഓടിപ്പോയ എൻ്റെ ഈ ശരീരമാണ്. കുതിരപ്പട്ടാളത്തിന്റെ ചവിട്ടും പോലീസിന്റെ ക്രൂരമായ മർദ്ദനവും കൊണ്ട് കിട്ടിയ ഒരു വലിയ സമ്പാദ്യമാണിത്. നേട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദാ അവളാണ് എൻ്റെ നേട്ടം. മോൾ ഇന്നലെ വരുമെന്ന് പറഞ്ഞിട്ട്? ഇന്നലെ മദറിന്റെ ഫീസ്റ്റ് ആയിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോ വൈകി. മോളെ, പത്രക്കാരാ, മുത്തച്ഛനെ കാണാൻ വന്നതാ. മോളിത്തിരി കാപ്പി എടുക്കും. ശരി മുത്തച്ഛ. എന്റെ മകളുടെ മകളാ രേഖ. ഞാൻ ഒളിവിൽ പോകുമ്പോൾ എന്റെ മോള് ദാക്ഷായണി ഇവിടെ മുറ്റത്ത് ഓടിക്കളിച്ച് നടന്നിരുന്ന ഒരു കൊച്ചുകുട്ടിയായിരുന്നു. ജയിൽവാസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ അവളുടെ സ്ഥാനത്ത് മറ്റൊരു കുഞ്ഞ്. അവളാണിപ്പോൾ കയറിപ്പോയത്. അമ്മയില്ലാത്ത, അച്ഛൻ ആരാണെന്നറിയാത്ത ഒരു കുട്ടി. അവളാണ് എൻ്റെ നേട്ടം. പാപ്പു, 40 പഴമുള്ളൂ. 5 എണ്ണം കുറവാണ്. കുറവുണ്ടാ? എങ്കി അത് മതി. ഞാൻ പറൂച്ചന്തേ പോയി ആന്ത്രോസിനോട് ചോദിച്ചിട്ട് വരാപ്പാ. വേണ്ട വേണ്ട, അനക്ക് മുങ്ങാനല്ലേ. ചെറായി മുങ്ങിയ നീ ആലുവേ പൊങ്ങുന്ന ജാതിയാ. അവിടെ നിന്നാ മതി. ഇവിടെ 555 ഉണ്ടോ? എന്തുട്ടാ? 555 സിഗരറ്റ് ഉണ്ടോ? അയ്യോ, അത് ഇവിടെ ഇല്ല. ബിൽസോ ചാർമിനറോ തരാം. വാട്ട്? ചാർമിനറോ? 555 അത് ഇവിടുത്തെ ആളുകൾ എങ്ങനെ ജീവിക്കും? അവന്റെ ഉമ്മാടെ ഒരു 555 ദുബായി പോയി ആകാശത്ത് പെയിന്റ് അടിക്കലാണ് തൊഴിലെന്നും പറഞ്ഞ് വന്നേക്കാണ്. ഹിമാറ്. പാപ്പോ, കോഴിമുട്ട തീർന്നു പോയി പാപ്പ. മുട്ട വാങ്ങാൻ പോയാലേ നീ മുങ്ങും. കടയിലിരുന്ന് അനക്ക് ശ്വാസം മുട്ടും അല്ലേ? അവിടെ നില്ലട നമുക്ക്. അനക്ക് തെക്ക് വടക്ക് തെണ്ടി നടക്കാനാ?
പാപ്പോ എന്തോ എനിക്ക് വയറുവേദന എടുക്കണ വാപ്പ. ഹലാക്കേ നീ കള്ളം പറയരുത്. വാപ്പ ഒരു വാപ്പയാണോ വാപ്പ? വാപ്പ വാപ്പാന്ന് വിളിച്ചോണ്ടൊന്നും വാപ്പ വാപ്പയാവൂല വാപ്പ. വാപ്പാടെ വാപ്പാനെ പോലത്തെ വാപ്പയാണ് വാപ്പ വാപ്പ. അല്ലാതെ വാപ്പാനെ പോലത്തെ വാപ്പാനെയൊക്കെ വാപ്പാന്ന് വിളിക്കണ എന്നെ വേണം വാപ്പ വാപ്പാന്ന് വിളിക്കാൻ. അല്ലേ വാപ്പ? ആ നീ എന്റെ കൈ മേടിക്കരുത്. ഉമ്മാണ് സത്യം. ഇപ്പൊ പോയില്ലെങ്കിൽ ഇവിടെ ഒക്കെ ബേജാറാക്കും. ആ പോയരഴുത്തി നീടാ. അവിടേക്ക് ഇരുന്ന് ആളുകൾ കാണും വാപ്പ. ആളുകൾ കണ്ട എനിക്ക് വരൂല. എന്നാ എവിടെങ്കിലും പോടാ ബലാലെ. വാപ്പയാണ് വാപ്പ വാപ്പ. നല്ല വാപ്പ. ആരാടാ എന്റെ പോസ്റ്റ് വലിച്ചേറിയത്? അത് കൊള്ളാം. എന്റെ ഭിത്തിയെ കൊണ്ടൊന്ന് പോസ്റ്റ് ഒട്ടിച്ചോ പോരാ, ഞാൻ ഇനി അതിന് കാവൽ നിൽക്കണം. തന്നോടല്ല ചോദിച്ചത്. എത്ര കഷ്ടപ്പെട്ട് ഞാൻ എഴുതി ഓടിക്കാണെന്ന് അറിയോ? ഏതാണ് എത്ര സോക്കേട്? നീയൊക്കെ എന്നോട് എന്റെ പോസ്റ്റ് വലിച്ചേറിയത്? അതേടാ ഇപ്പൊ ഒന്ന് കീറി. അതിനിപ്പോ എന്ത് വേണം? എടാ, ആ പണിക്കര് മുതലാളിയുടെ അലവിലാതി സന്തതി തീർത്തനുണ്ടല്ലോ മുരളി, അവന്റെ പിൻബലം ഉണ്ടെന്ന് വെച്ച് തോന്നിയാസം കാണിച്ചാലുണ്ടല്ലോ, അടിച്ചവന്റെ ഒക്കെ മോന്നൽ ഷേപ്പ് ചെയ്യാൻ പറ്റുകളി. നീ അടിക്കുവാടാ. അങ്ങനെ ഒരുത്തനെ പിടിച്ചീർത്തി അടിക്കണ്ട. അന്തസ്സുണ്ടെങ്കിൽ ഒറ്റക്കൊറ്റ കടിയടാ. അമുക്കളെ സംഗീത പമകരി തങ്കത്തുങ്ക തതിങ്കിണ ധിംഗൃത ധിമികിട ഞങ്ങൾ ഒട്ടിച്ച പോസ്റ്റർ വലിച്ചു കീറാൻ നീ ആരാടാ? രാജാവിന്റെ മോനിലെ വിൻസെന്റ് തോമസാ. അങ്ങനെ ഒട്ടിക്കടാ ഒട്ടിക്കടാ. അവന് പശ കൊടുക്കടാ. ഒടറാവന് തേക്കടാ തേക്കടാ തേക്കടാ. അങ്ങനെ നല്ല വൃത്തിയായിട്ട് തേക്ക്. തേക്കടാ. എങ്ങനെയുണ്ട്? മതിയാ? ഒട്ടിക്കടാ, നേരെ ഒട്ടിക്കടാ. ഇത് മറന്നു പോകരുത് കേട്ടാ. ഹരി, നിനക്കൊന്നും പറ്റിയില്ല? എന്തിനാ ഹരി വെറുതെ വഴക്കുണ്ടാക്കുന്നേ? വന്നല്ലോ മഹാത്മാഗാന്ധി. അവന്മാര് പോക്കത്തിനെ കാണിച്ചോ പോരാ, പിന്നെ എന്നെ അവരുടെ തല്ലും കൊള്ളണം. അല്ലോ എടാ, ഹരി നിന്നോടൊരു കാര്യം പറയാൻ വന്നാണ് ഞാൻ. മറന്നു. വാ എല്ലാരും വാ. എടാ, പണിക്കര് മുതലാളിയുടെ മോൻ മുരളിയും നിന്റെ മുറപ്പെണ്ണ് രേഖയും തമ്മിലുള്ള പോക്കത്ര ശരിയാണ്? അവൾ എന്ത് വേണേ ആയിക്കോട്ടെ, ഞാൻ അവളോട് ചോദിക്കാൻ പോകുന്നില്ല. പറയാൻ നിന്നാൽ പിന്നെ അവക്കിട്ട് എന്റെ പൊട്ടിക്കേണ്ടി വരും. നീ പൊട്ടിക്കാനും പൊളിക്കാനും ഒന്നും നിൽക്കണ്ട. അവളെ വിളിച്ചൊന്ന് ഉപദേശിച്ചാ മതി. ഞങ്ങൾ കുടുംബക്കാരെന്നുള്ള പ്രശ്നമാണ്. ഞാൻ അമ്മാവന്റെ വീട്ടിൽ ചെന്നൊന്ന് അച്ഛൻ അറിഞ്ഞാ തീർന്നു. നല്ലൊരു പെങ്കൊച്ച് കാക്കവത്തി പോകണ്ടല്ലോ എന്ന് കരുതി പറഞ്ഞതാ. അതൊക്കെ അവിടെ നിർത്ത്. ഞാൻ വാരികയിൽ കവിതകൾ അയച്ചിട്ട് ഒരുപാട് നാളായി. യാതൊരു വിവരവും ഇല്ല. ഒന്ന് പോയി അന്വേഷിച്ചാലോ? ഇവിടെ ആനക്കാര്യം പറയുമ്പോഴാണ് അതിന്റെ ഇടയിൽ അവന്റെ ഒരു കവിത. അതെല്ലാം കണ്ട് വാ 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 വാ. എനിക്ക് സിറ്റിയിൽ പോയിട്ട് ആവശ്യമുണ്ട്. നമുക്ക് ഒന്നിച്ചു പോവാം. എന്നാ പോവാം. നീ വരുന്നോ? വരുന്നോ? കായുണ്ടോ കയ്യില്? ഇനി ഇപ്പൊ കായ ഉണ്ടെങ്കിലും ഞാനില്ല. നിങ്ങ വേണമെങ്കിൽ പോയിക്കോ. അതെന്താ? സിറ്റിയിൽ എന്ത് തിരക്കാണ്, എന്തും വേണ്ടും റോഡാണ്. ഒരു വഴി കൂടെ വരുമ്പോ വേറൊരു വഴി. ഞാനില്ല, ഞാൻ വഴിയേറ്റി പോവും. എടാ, ഞാനും ബെന്നിയും ഇത്രയും കാലം ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചിട്ട് ഞങ്ങൾക്ക് വഴി തെറ്റിയില്ലല്ലോ. എടാ നമുക്കേ ആണുങ്ങൾ വഴിതെറ്റിയ കണ്ടുപിടിക്കാൻ പറ്റൂലടാ. ഒന്ന് നിർത്തടാവൂ. ആ കായിന്റെ അരിപ്പം എങ്ങനെ വഴിയുണ്ടാക്കാം. അങ്ങനെ അട്ടപ്പടലേ എന്ന് പറയട്ടെ. എടാ, മറ്റേ കാര്യം കേട്ടോ.
വേണ്ട വേണ്ട വേണ്ട, നീ താഴെ ഇറങ്ങി അത് ഇളംകൊല. ഇതോ ഇതുകൊണ്ടെന്നാ ചെയ്യാനാ? ഇതൊക്കെ മതി. ആ, നമുക്കൊരു കാര്യം ചെയ്യാം. നിന്റെ തേങ്ങ എല്ലാം എടുത്ത് ആ തെങ്ങിനെ വേണ്ട വെച്ചോ. ഒരു കാര്യം ഞാൻ പറയാം, കൈ കാശിലാന്ന് പറഞ്ഞു പൊലിച്ചു കൊടുക്കല്ലേടാ. എടാ ഇറങ്ങി പോരെ. ഒന്ന് പിടിച്ചു 1 2 ഒന്ന് 3 പിടിക്കണം. ഒന്ന് നിർത്തറാവുന്ന എണ്ണല്ലേ. ഇവിടെ വെള്ളം കുടിക്കാൻ കായില്ലായിരിക്കും. എനിക്ക് തിന്നാൻ കുറച്ച് ഞാഞ്ഞൂല് പോലത്തെ സാധനം. എന്താണ് അരി അത്? നൂഡിൽസ്. അഡിൽസ്. അത് തന്നെ, അത് കുറച്ച് മേടിച്ചു. വരുന്നില്ല. ഞാനില്ല, ഞാൻ ഒരു പ്രാവശ്യം പട്ടണത്തിൽ പോയിട്ടുള്ളൂ. അന്ന് ബാപ്പാടെ കൈവരലുമെന്ന് വിട്ടുപോയിട്ട് ഞാൻ പെട്ടൊരു പാട്. പിന്നെ ഉമ്മാടേയും ബാപ്പാടേയും ഭീമാപ്പള്ളിയിലൊക്കെയുള്ള നേർച്ചയുടെ ബലം കൊണ്ടാണ് ആ മീൻകാരൻ അമ്മ തന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയത്. അതിന് ഞങ്ങളൊക്കെ ഇല്ലേ, എന്തിനാ നീ പേടിക്കുന്നേ? ഞാനില്ല, നമുക്ക് വേണമെങ്കിൽ പറൂര് പോവാം. ഓടാ വേണ്ട. ഇവന്റെ കവിത കൊടുത്തിരിക്കുന്ന എറണാകുളത്ത് പത്രമാസത്തിലല്ലേ, അതിന് പറവൂര് പോകുന്നതിനാ? നീ വാ. ഞാനില്ല, എന്തായാലും ഞാനില്ല. നിങ്ങൾ പോയിട്ട് വാ. ടാറ്റ ടാറ്റ. ടാറ്റ. ആ ടാറ്റ. ആ, ശരി. പതിനാല് നിലേ പടച്ചോനെ, ഞാൻ വിചാരിച്ച ലോകത്തിലെ ഏറ്റവും വലുത് നമ്മുടെ പണിക്കര് മുതലാളുടെ ബംഗ്ലാവായിരിക്കും എന്നാണ്. ഇത് കണ്ട. ഞാൻ നിന്നോട് അന്ന് പറഞ്ഞിട്ടില്ലേ എന്ത്? ഞാനും ബെന്നിയുടെ ബാറിൽ കയറി വെള്ളം ഒഴിച്ചു വരും. ഏയ്, എന്നോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞില്ല എന്ന് പറയുന്നത്. പറഞ്ഞില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞില്ല എന്നുള്ളത് പറഞ്ഞെന്ന് പറഞ്ഞപ്പോ പിന്നെ പറഞ്ഞില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടിട്ട് പറഞ്ഞില്ല എന്നുള്ളത് പറഞ്ഞെന്ന് പറഞ്ഞാലും പറഞ്ഞെന്ന് പറയരുതെന്ന് എഴുതിയിട്ട് പറഞ്ഞില്ല എന്നുള്ളത് പറഞ്ഞാലേ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ല. ഒന്ന് നിർത്തറ പണ്ടാ. അവിടെ പത്രം ഓഫീസ് അടിക്കും. വേമ്പോ നടക്കട കഴുതൽ. അതോ വിടല, കൂട്ടം തെറ്റും. പട്ടണത്തിലെ നടുറോട്ടിൽ നിന്ന് ഇടറോട്ടിലോട്ട് കയറിയപ്പോ ഒരു സർവത്ത് കുടിച്ച ആശ്വാസം. ഞാൻ വിചാരിച്ച എന്റെ വിധി വല്ല വണ്ടി ഇടിച്ച് ആവാനാവുന്നു. ഇനി എന്തോരം നടക്കണോടാ നിന്റെ ഒട്ടുക്കത്ത പത്ര ഓഫീസിലേക്ക്. ആ, ഇതല്ലേ പത്ര ഓഫീസ്? അല്ലോ എടാ, ഈ കാമിനിയുടെ വീട്ടിലോട്ടൊന്നും ഞാനില്ല. അവിടെ അവളുടെ ബാപ്പേ ആങ്ങളമാരുണ്ടെങ്കിലേ പിടിച്ച് കൈനീട്ടം വെക്കും. എടാ കഴുതേ, വാപ്പ പണ്ട് പള്ളിക്കൂടത്തെ വിട്ടപ്പോഴേ അമ്പലപ്പറമ്പിൽ പോയി വട്ട് കളിച്ചു നടന്നാ എങ്ങനെയിരിക്കും? അക്ഷരാഭ്യാസം വേണം. നീ പോടാ പേട്ടാസറാണി. എടാ കാമിനി എന്നുള്ള ഈ ഭാര്യയുടെ പേരാ. എന്ത് അൽഗുലത്തായാലും ശരി, ഈ പെണ്ണുങ്ങളുടെ കേസ് കെട്ടിട്ട് ഞാനില്ല. അടി കൊള്ളാനുള്ള ശേഷി എനിക്കില്ല. തന്നെയല്ല, ഞാൻ ഈയിടെയായിട്ട് ഒരു രസായനം കഴിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാ. എന്നാ നീ ഇവിടെ നിൽക്ക്, ഞങ്ങൾ പോയി അതോ അന്വേഷിച്ചു. ഒറ്റക്ക് കൂട്ടം തെറ്റും. ആ, ഒരു കാര്യം ചെയ്യാം. നീയും ബെന്നിയും കൂടെ ഇവിടെ നിൽക്കും, ഞങ്ങൾ പോയിട്ട് വരും.